വെനസ്വേലയ്ക്ക് പുറമെ കൊളംബിയയ്ക്കെതിരെയും ഭീഷണി മുഴക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൊളംബിയൻ പ്രസിഡന്റ് അധികകാലം അധികാരത്തിലിരിക്കില്ലെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. നിക്കോളാസ് മദുറോയും ഭാര്യയും ഇന്ന് മാൻഹട്ടൻ കോടതിയിൽ ഹാജരാക്കും. ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി അധികാരമേൽക്കും. ബി.കെ. സുഹൈൽ വിശദാംശങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, വെനസ്വേല എന്ന പരമാധികാര സ്വതന്ത്ര രാജ്യത്ത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും പത്നിയെയും തട്ടിക്കൊണ്ടുവന്ന് ഇന്നിപ്പോൾ മാൻഹട്ടൻ കോടതിയിൽ ഹാജരാക്കുകയാണ്. അപ്പോൾ അതിന് എതിരായി വലിയ വികാരം, പ്രതിഷേധം ആഗോളതലത്തിൽ ഉയരുന്നതിനിടയിലും പുതിയ ഭീഷണികളുമായി രംഗത്തെത്തുന്നു ഡൊണാൾഡ് ട്രംപ്. കൊളംബിയക്കും ക്യൂബക്കുമൊക്കെ എതിരെയാണ് പുതിയ ഭീഷണി. എന്താണ് അതിന്റെ സാഹചര്യം? കൊളംബിയക്കെതിരെയും ക്യൂബക്കെതിരെയും ഒക്കെ തിരിയാനുള്ള ഗ്രൗണ്ട് എന്താണ്? ഒപ്പം ഈ മാൻഹട്ടൻ കോടതിയിൽ ഇദ്ദേഹത്തിന്റെ കേസ് വിചാരണ തുടങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സൈഫുദ്ദീൻ ജിൽസി, ഇപ്പോൾ പ്രശ്നക്കാരായ അയൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് 2-3 രാജ്യങ്ങളെ എണ്ണുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. വെനസ്വേലയ്ക്ക് ശേഷം കൊളംബിയയുടെ പ്രസിഡന്റ് നിലവിൽ ഒരു പ്രശ്നക്കാരനാണ്. അതേപോലെ തന്നെ കൊളംബിയ സിക്കാണ്, രോഗിയാണ്, അത് പെട്ടെന്ന് മാറേണ്ടതുണ്ട് എന്നെല്ലാമാണ് ഇപ്പോൾ നിലവിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മെക്സിക്കോക്കെതിരെയും അതേപോലെ തന്നെ ക്യൂബക്കെതിരെയും കഴിഞ്ഞ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് അത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ ലഹരിക്കടത്ത് നടക്കുന്നു എന്നുള്ളതാണ്, നാർക്കോ ടെററിസം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ പുതിയ ഒരു പദാവലി. അതുപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കീഴടക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഭീഷണി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അവിടങ്ങളിൽ നിന്നെല്ലാം വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. ഇന്ന് ഏതായിരുന്നാലും നിക്കോളാസ് മദുറോയെ മാൻഹട്ടൻ കോടതിയിൽ ഹാജരാക്കുകയാണ്. നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. വലിയ ലഹരി ശൃംഖലയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിങ്ങോട്ട് കയറ്റി അയക്കുന്നു, അതേപോലെ തന്നെ അതിനുവേണ്ടി മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. വെനസ്വേലയിലേക്ക് വരികയാണെങ്കിൽ വലിയ അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുകയാണ്. ഒന്ന്, വൈസ് പ്രസിഡന്റായിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് അവർ പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും അതിന് എത്രത്തോളം സാധുതയുണ്ടാകും, നിയമപരമായി സാധുതയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. മാത്രമല്ല വളരെ കരുത്തുറ്റ ഒരു വനിത കൂടിയാണ് ഡെൽസി റോഡ്രിഗസ്. പലപ്പോഴായി വെനസ്വേലയുടെ കടുവ എന്ന് മദുറോ തന്നെ വിശേഷിപ്പിച്ച വനിതാ നേതാവാണ്. അവരുടെ പിതാവ് റോഡ്രിഗസ് ഒരു വലിയ പോരാളിയായിരുന്നു ആ രാജ്യത്തെ. എന്ന് മാത്രമല്ല ഗറില്ല യുദ്ധമുറകളിലടക്കം പങ്കെടുത്തിട്ടുള്ള ആളാണ്. ആ ഒരു വീര്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ US എന്താണ് ഇനി അവിടെ കരുതി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2-3 പ്രസ്താവനകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഡെൽസി റോഡ്രിഗസ് എനിക്ക് അനുകൂലമായി, അതായത് അമേരിക്കക്ക് അനുകൂലമായി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ അവരെയും മാറ്റാനും അവരെയും തള്ളിക്കളയാനും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ മദുറോ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കാനും ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഡൊണാൾഡ് ട്രംപ് ദി അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. എന്നാൽ മാർക്കോ റൂബിയോ പറയുന്നത് ഞങ്ങൾക്ക് അവിടെയുള്ള ദൈനംദിന ഭരണത്തിൽ, US സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നത് ദൈനംദിന ഭരണത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല, അവിടെയുള്ള എണ്ണ ഊറ്റുകയാണ് ലക്ഷ്യം എന്ന് തോന്നിപ്പിക്കാവുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നൽകുന്നത്. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അവിടെയുള്ള പ്രത്യേകിച്ചും 2 തരത്തിലാണ് വെനസ്വേലയിൽ ആളുകളുള്ളത്. ഒന്ന്, അവിടെ അമേരിക്ക വരുന്നതോടുകൂടി എല്ലാം സേഫ് ആകും എന്ന് വിചാരിക്കുന്ന അമേരിക്കയുടെ പ്രചാരണത്തിന് വഴങ്ങിയൊരു വിഭാഗം. മറ്റൊന്ന്, മദുറോയെ പിന്തുണക്കുന്ന ആളുകൾ. ഈ 2 വിഭാഗവും ഇപ്പോൾ സംതൃപ്തരല്ല. കാരണം അമേരിക്കയെ പിന്തുണക്കുന്ന ആളുകൾ വിചാരിച്ചിരുന്നത് അവിടെ മദുറോ മാറിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള പുതിയൊരു ഭരണക്രമം വരും, അതോടുകൂടി ആകെ തങ്ങളുടെ ജീവിത നിലവാരം മാറും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു ഇടപെടലും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആശങ്കയിലും അതേപോലെ തന്നെ അനിശ്ചിതത്വത്തിലുമാണ് വെനസ്വേലയിലുള്ള ജനങ്ങളാകെ. അപ്പോൾ വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ്. കാരണം അധികാരം അതിപ്പോൾ ഇനി എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും എങ്ങനെയാണ്, അതൊരു രാഷ്ട്രീയ അസ്ഥിരത ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി. അപ്പം അതിന് പുറമെയാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഒരു ഭീഷണി കൂടെ അമേരിക്ക. ട്രംപ് എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി നീങ്ങാൻ പോകുന്നത്? ആഗോള തലത്തിൽ തന്നെ വലിയൊരു ആശങ്കയാണ്. ആഗോള തലത്തിൽ തന്നെ വലിയ ഭീഷണിയായി ട്രംപ് നിലനിൽക്കുന്നു. ഏതൊക്കെ അർത്ഥത്തിൽ അദ്ദേഹം ചിന്തിക്കും? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു എക്സെൻട്രിക് ആണ്. ഏതൊക്കെ ലെവലിൽ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആഗോള ഭരണത്തിന്റെ ഒരു പവർ കയ്യിലുള്ള ഒരു സമയത്ത് ഏതൊക്കെ വഴിക്ക് ട്രംപ് നീങ്ങുമെന്നത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായ ഒന്നാണ്.